കൂട്ടുകാരെ, എനിക്കൊരു കമന്റ് ഉണ്ടായിരുന്നു, ഫ്രണ്ട് നെക്ക് ബാക്കിലോട്ട് ഇറങ്ങിപ്പോണെന്ന്. അതിന് കാരണം എന്താണെന്ന് അപ്പൊ ഞാൻ കണ്ടുപിടിച്ച കാരണങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മ എന്ത് വെട്ടുമ്പോഴും അതിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ ഷോൾഡറിന്റെ അളവ്. അത് കറക്റ്റിന് വെട്ടുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട് കഴുത്ത് 6 ഇഞ്ചും ബാക്ക് കഴുത്ത് അതിൽ കൂടുതലാണെങ്കിൽ അതിലൊക്കെ ഒന്ന് കുറച്ച് കട്ട് ചെയ്യിക്കുക. ഇപ്പോൾ ഒരു 3.5-4 ഇഞ്ച് ഇറക്കം ഫ്രണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ അത്ര ഒന്ന് വൈഡായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു വൃത്തികേട് ഉണ്ടാവില്ല നമുക്ക്. ഇപ്പം നമുക്ക് കിട്ടുന്ന റെഡിമെയ്ഡിലൊക്കെ ഇതുപോലത്തെ കഴുത്തല്ലേ, ഇതുപോലെയുള്ള നെക്കുകളാണ്. ഞാനിത് സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ ചുരിദാറിലാണ് എൻ്റെ എല്ലാ ഭംഗി എനിക്ക് കിട്ടിയത്. ഇട്ട് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയ ഒരു സംഭവം ഈ ചുരിദാറാണ്. ഇതിലാണ് എല്ലാ വ്യത്യാസങ്ങളും പരത്തി ആദ്യമായിട്ടൊരു ചുരിദാർ ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇട്ടത് കേട്ടാ. അപ്പം നമ്മുടെ ഷോൾഡർ ടു ഷോൾഡർ ഇടുമ്പോൾ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് ഇടുക. നെക്ക് ഇറങ്ങിപ്പോകാതിരിക്കാൻ നെക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമാണ് ഞാൻ പറയണത് കേട്ടാ. അണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഷോൾഡർ പിടിക്കുമ്പോൾ എത്ര കിട്ടിയെന്ന് നോക്കുക. അപ്പം എനിക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ 13.5 ഉണ്ട്. 13.5 മുമ്പുള്ള ഒരു പോയിന്റിൽ നിൽക്കുകയാണ്. ഒരു പോയിന്റും കൂടി വന്നാലേ എനിക്ക് 13.5 കിട്ടുള്ളൂ. കണ്ടോ, കറക്റ്റിന് തന്നെ പിടിക്കുക. ഒരു വ്യത്യാസവും വരുത്താതെ നിങ്ങൾ പിടിക്കണം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഞാൻ ഇളക്കണേ. കണ്ട, ഇപ്പം എനിക്ക് പിടിച്ചപ്പോൾ എത്ര കിട്ടി? 13 ഉള്ളൂ. അപ്പം നമ്മ നെക്കിടുമ്പോഴും ശ്രദ്ധിച്ചിടണമെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടാ. ഞാൻ നേരത്തെ ഇട്ടപ്പോൾ ഇത് കുറച്ച് വൈഡായിരുന്നു ഇങ്ങനെ. ഇപ്പം ഞാൻ ഒന്നും കൂടെ അത് കറക്റ്റാക്കി പിടിച്ച് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കണ്ടോ 13 കിട്ടി. അപ്പം 13ന്റെ പകുതി എത്രയാണ് അത് എടുക്കുക. 13ന്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും അതും നമ്മൾ അത് ഇവിടേക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. 6.5 കിട്ടി. അപ്പം ഈ മോള് വശം ഇത് വിരിക്കണ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. കണ്ടോ, രണ്ടാക്കി മടക്കി ഇട്ടേക്കാണ്. എന്നിട്ട് ഞാൻ ഈ 6.5 കറക്റ്റിന് ടേപ്പ് വെച്ചിട്ട് ഈ 6.5 നിങ്ങൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. കണ്ടോ, അതിന് ശേഷം ഈ എടുക്കണ തയ്യൽ തുമ്പ് ഫുള്ളായിട്ട് നിങ്ങൾ മറിച്ചെടുക്കണം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. മനസ്സിലായ? ഈ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ തയ്യൽ തുമ്പ് ഫുള്ളായിട്ട് അടിച്ചു മാറ്റി എടുക്കണം. അല്ലാണ്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭംഗിയാവൂല. ഒരു പോയിന്റ് പോലും 6.5 കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് പോലും കൂടുതൽ ഷോൾഡറിൽ വരരുത്. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ വരക്കുമ്പോൾ ഇതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് വരക്കുക. ഇപ്പൊ നമ്മ ഫുൾ ഇവിടെ നിന്നാണ് എടുത്തേക്കണത്, അതായത് തയ്യൽ തുമ്പിന്നാണ് എടുത്തേക്കണത്. ഒരു 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് ഒന്ന് വരച്ചു നോക്കിയിട്ട് വരച്ചിട്ട് കണ്ടോ, ഷോൾഡറിന്റെ 1/2 ഇഞ്ച് താഴ്ത്തി വരച്ചിട്ട് ഈ വരമേന്ന് നമ്മ ഇപ്പൊ വരച്ച വരമേന്ന് കറക്റ്റ് 6.5 തന്നെ താഴോട്ട് എടുക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ പറയണത്, എല്ലാവരുടെ ആം ഹോളും കറക്റ്റ് 6.5 ആണെങ്കിൽ ആം ഹോൾ 6.5 ആകണമെന്നില്ല. അതിന്റെ അളവും കൂടി നിങ്ങൾ കറക്റ്റിന് എടുക്കുക. അപ്പൊ ടേപ്പ് വെച്ച് എങ്ങനെയാണ് ആം ഹോള് എടുക്കണമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലേ. കണ്ടോ, അപ്പൊ നമുക്ക് കറക്റ്റിന് കിട്ടിയാന്ന് നോക്കണം. ഈ ടേപ്പ് ഇതുപോലെ പിടിച്ചിട്ട് ഇവിടെ എത്ര കിട്ടിയോ അത് തന്നെ ഇവിടെയും കിട്ടണം. അപ്പൊ നമുക്ക് 7 ആയിരുന്നു, ആ 7 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനി നമ്മൾ ഇത് കറക്റ്റായിട്ട് തന്നെ ഇത് വെച്ചൊന്ന് വരച്ചു കൊടുക്കുക. സ്കെയിൽ വെച്ച് വരക്കണമെങ്കിൽ ഏറ്റവും കറക്റ്റായിട്ട് കിട്ടും. സ്കെയിൽ വെച്ച് വരക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇത് വരച്ചു കൊടുത്തു. ഇനി നമ്മുടെ വണ്ണം അതിനുശേഷം വീണ്ടും നമ്മളത് ചുരിദാർ കറക്റ്റായിട്ട് ഇട്ടിട്ട് നമ്മൾ വണ്ണം എടുക്കണേ. കണ്ടോ, വണ്ണം എടുക്കുമ്പോൾ എനിക്ക് 21 ഇഞ്ച് വന്നിട്ടുണ്ട് ഒരു ഭാഗത്തെ വണ്ണം. അപ്പം എൻ്റെ 42 ഇഞ്ചാണ് എൻ്റെ വണ്ണം. 10.5 നമ്മൾ ആ 10.5 ഇതുപോലെ തന്നെ വരച്ചു കൊടുത്തു. കണ്ടോ, ലൈനിങ് ഇടുമ്പോൾ 4 ഇഞ്ചും കൂടി കൂട്ടി വരക്കണം കേട്ടോ. അത് കഴിഞ്ഞ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു.
നെക്ക് ഇറങ്ങിപ്പോണതിൻ്റെ കാര്യം മാത്രമാണ് ഈ പറയണത്. അപ്പോൾ ഇത്രയും ഭാഗം നമ്മുടെ റെഡിയായി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ക്യാൻവാസിലാണെങ്കിൽ ക്യാൻവാസിൽ വെട്ടിയെടുക്കുക. നോക്കുക, ഞാൻ കൊടുക്കണത് 3.25 ഇഞ്ചാണ് കൊടുക്കണത്. എന്തിന്? നെക്കിൻ്റെ വൈഡ് 3.25 ഇഞ്ച്. അത് കഴിഞ്ഞ് നമ്മുടെ ചുരിദാറിൻ്റെ ഈ നെക്ക് എടുക്കുക. എനിക്ക് ഈ നെക്ക് നല്ല പക്കയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നെക്ക്. എനിക്ക് ചുരിദാറിന് 6 ഇഞ്ച് ഇറക്കുമൊന്നും ചുരിദാറിൻ്റെ നെക്കിന് ഇഷ്ടവുമല്ല. ഈ നമ്മൾ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ കുഴിഞ്ഞിരിക്കും. ചില പ്രകൃതി അനുസരിച്ച് നെക്കിന് ഇറക്കം വേണം, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. എനിക്ക് താല്പര്യമില്ലെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതൊക്കെ നമ്മളിത് കറക്റ്റിനിട്ട് കണ്ട നെക്കിൻ്റെ ഉള്ളളവ് എടുത്തപ്പോൾ നമുക്ക് 7 ഇഞ്ച് കിട്ടി. അപ്പോൾ 3.25 എടുത്തപ്പോൾ 1/2 ഇഞ്ച് നമ്മൾ തയ്ച്ചൊക്കെ വരുമ്പോൾ നമുക്ക് 7 ഇഞ്ച് കറക്റ്റ് കിട്ടും. ഇനി നമ്മൾ ഈ ഷോൾഡറിൽ നിന്ന് നമ്മുടെ ഈ നെക്കിൻ്റെ അളവൊന്ന് എടുക്കുക. ഷോൾഡറിൽ ടേപ്പ് വെച്ചതിന് ശേഷം നെക്കിൻ്റെ അളവൊന്ന് എടുത്തേ. 4.5 കണ്ടോ? ആ 4.5 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് നെക്കിൻ്റെ അളവും കൂടി എടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ഷോൾഡർ പിടിക്കുക. ബാക്ക് നെക്ക് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ടിട്ടാണ്. പിടിച്ചതിന് ശേഷം ഞാൻ 5 ഇഞ്ച് ബാക്ക് 5ഉം ഫ്രണ്ട് 4ഉം. അപ്പം ഞാൻ 1/2 ഇഞ്ച് നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ടല്ലോ, ഇവർ വര അതിലേക്ക് ചേർത്ത് വരച്ചിട്ടുണ്ട്. ഇനി 1/2 ഇഞ്ചിൻ്റെ താഴത്തോട്ടാണ് ഞാൻ ഫ്രണ്ട് നെക്ക് അടയാളപ്പെടുത്തണത്. 4.5 കണ്ട, 4.5 അടയാളപ്പെടുത്തി. ഇനി ഈ ഒരു 3.25 ഞാൻ താഴേക്ക് ഒന്ന് അടയാളപ്പെടുത്തണുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ 3.25 ഒന്ന് താഴത്ത് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതൊരു ബോക്സ് ആക്കി എടുക്കുക. അത് നമ്മൾ ബോക്സ് ആയിട്ട് വരച്ചിട്ടില്ലേ, അതിനുശേഷം ഞാനൊരു യു നെക്ക് കൊടുത്തിട്ട് താഴേക്ക് ഒരു വി നെക്കാണ് അടയാളപ്പെടുത്തിയേക്കണത്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതിൻ്റെ നേരെ പകുതി എടുക്കുക. ആരുടെ നേരെ പകുതിയിൽ നിന്ന് ഈ ഒരു പോയിന്റും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇത്രയും നിങ്ങൾ ചെയ്ത് നോക്കുക. അതുപോലെ ബാക്ക് നെക്ക് ഞാൻ ഇതിൽ വരച്ചിട്ടില്ല, കാരണം ഫ്രണ്ട് നെക്കിനേലും 1 ഇഞ്ച് താഴത്തേക്കാണ് ബാക്ക് നെക്ക് വരണത്. അതുകൊണ്ടിട്ട് ഈ 6 ഇഞ്ചോ 7 ഇഞ്ചൊക്കെ കൊടുത്തു കഴിയുമ്പോഴാണ് നമുക്കൊരു ചെറിയ വ്യത്യാസം വരുന്നത്. പിന്നെ നമ്മുടെ ഷോൾഡർ ഒന്ന് ചരിച്ചിട്ട് അടിക്കണം. ഷോൾഡർ അടിക്കുമ്പോൾ ഒരു പ്രഷർ ചരിച്ചടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൽ നമ്മുടെ ഇത് നെക്ക് പിടിച്ചിരിക്കും. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ബാക്കിയും കൂടി ഒന്ന് വരച്ചെടുക്കാം. അപ്പം കൂട്ടാതെ ചുരിദാറിൻ്റെ ഫുള്ള് കട്ടിങ് വരക്കൽ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് കാര്യം പറയേണ്ടത്, ഞാൻ ഈ നെക്കല്ല ചെയ്യണത്, ഞാൻ വേറൊരു ഡിസൈൻ നെക്ക് ചെയ്യാനാണ് ഞാൻ നിങ്ങൾക്ക് നെക്ക് ഇറങ്ങി പോകാതിരിക്കാനുള്ള ഒരു മെത്തേഡ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പം എൻ്റെ നെക്ക് ഇങ്ങനത്തെ അല്ല, ഞാൻ വേറൊരു സംഭവം കൂടി ചെയ്തിട്ട് ആ നെക്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാം കേട്ടോ. അപ്പം ഇങ്ങനെ ഇതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ചുരിദാർ ഞാൻ ഇട്ട് കാണുമ്പോൾ നെക്കിന് വ്യത്യാസം ഉണ്ടെന്ന് പറയേണ്ടത് ഈ നെക്കല്ല ഞാൻ ചെയ്യണത്. നെക്കിൻ്റെ ഇറക്കമൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. ഈ വി ഇവിടെ ഉണ്ടായെന്ന് വരില്ല, അത്രേ ഉള്ളൂ, ചിലപ്പോൾ ഉണ്ടാവാം. അപ്പം നിങ്ങളിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇട്ടിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ.